ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് നന്ദു. ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട് തൃശ്ശൂരാണ്. സ്കൂൾ വെക്കേഷൻ സമയത്ത് ഞാൻ എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ പോയി. അവിടെ വെച്ച് വല്യമ്മ എൻ്റെ കുപ്പിയിൽ പിടിച്ചു. ആ കഥയാണ് നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത്. എൻ്റെ വീട് തൃശ്ശൂരാണ്. വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ ഒരു അനിയത്തിയുണ്ട്. അനിയത്തി 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അമ്മ സ്കൂൾ ടീച്ചറാണ്. അച്ഛൻ ഒരു ബേക്കറി നടത്തുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും കോല് പിടിക്കാനൊക്കെ തുടങ്ങുന്നതും. എൻ്റെ വല്യമ്മയുടെ വീട് പാലക്കാടാണ്. വല്യമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ ചേച്ചിയാണ്. വല്യമ്മയുടെ പേര് വത്സല എന്നാണ്. ഒരു മകളുണ്ട്, പേര് ഗായത്രി. വല്യച്ഛൻ അവിടെ അടുത്തുള്ള ടൗണിൽ ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തുന്നു. ഗായത്രി ചേച്ചിയും ഞാനും നല്ല കൂട്ടാണ്. എല്ലാ വർഷവും വെക്കേഷൻ സമയത്ത് ഞാനവിടെ പോകും. ഈ വർഷം പോവാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ചേച്ചി ഒരു സൈക്കിള് മേടിച്ചു. എനിക്ക് സൈക്കിളൊന്നും ഓടിക്കാൻ അറിയില്ല. എന്നെ പഠിപ്പിക്കാം എന്നാണ് ചേച്ചി പറഞ്ഞത്. ഞാൻ വീട്ടിൽ എൻ്റെ അച്ഛനോടും അമ്മയോടും എനിക്കൊരു സൈക്കിള് വാങ്ങിക്കാൻ കുറേയായി പറയുന്നു. നീ ആദ്യം ഓടിക്കാൻ പഠിക്ക്, എന്നിട്ട് വാങ്ങാം എന്നാണ് അവർ പറയുന്നത്. ഗായത്രി ചേച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയുടെ കൂട്ടുകാരിക്ക് സൈക്കിളുണ്ട്. ചേച്ചി അങ്ങനെയാണ് ഓടിക്കാൻ പഠിച്ചത്. അങ്ങനെ വെക്കേഷനായി. ഒരു ദിവസം പോലും താമസിക്കാതെ ഞാൻ പാലക്കാടുള്ള വല്യമ്മയുടെ വീട്ടിലേക്ക് പോയി. അനുജത്തിയും എൻ്റെ കൂടെ വരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അമ്മ മോളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവള് വന്നില്ല. ചെന്നന്ന് രാത്രി ഞാനും വല്യമ്മയും ചേച്ചിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതലും സൈക്കിളിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നാളെ ഓടിക്കാൻ പഠിപ്പിക്കാം എന്നാണ് ചേച്ചി പറഞ്ഞത്. എടാ നന്ദു, നിന്നെ ഗായത്രിയാണ് പഠിപ്പിക്കുന്നത്. അവള് തന്നെ നേരെ പഠിച്ചിട്ടില്ല. വല്യമ്മ പറഞ്ഞത് കേട്ട് ഞാൻ ചേച്ചിയൊന്ന് നോക്കി. നീ പേടിക്കൊന്നും വേണ്ടടാ, വല്യമ്മ വെറുതെ പറയുന്നതാ. എനിക്ക് നല്ലതുപോലെ ഓടിക്കാൻ അറിയാം. പിറ്റേ ദിവസം രാവിലത്തെ ചായ കുടി കഴിഞ്ഞത് സൈക്കിൾ ഓടിക്കാൻ മുറ്റത്തേക്കിറങ്ങി. ഇന്നലെ വല്യമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ചേച്ചി ഒന്ന് ഓടിച്ച് കാണിക്കുമോ? ചേച്ചിക്ക് അറിയുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചേച്ചി ഒരു ജീൻസും ബനിയനുമാണ് ഇട്ടേക്കുന്നത്. ചേച്ചി സൈക്കിൾ എടുത്ത് ഓടിക്കാൻ തുടങ്ങി. മുൻഭാഗം നല്ലതുപോലെ ഇളകാൻ തുടങ്ങി. അകത്ത് ഒന്നും ഇല്ലാത്തതുപോലെ. ഇനി നീ ഓടിക്ക്, കാല് നിലത്ത് ചവിട്ടി ചവിട്ടി പതിയെ പോവണം എന്ന് പറഞ്ഞ് ചേച്ചി സൈക്കിൾ എനിക്ക് തന്നു. അന്നത്തെ ദിവസം കാല് നിലത്ത് ചവിട്ടി ചവിട്ടി ഓടിച്ചു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വിധം ഓടിക്കാനൊക്കെ പഠിച്ചു. എന്നാലും നല്ലതുപോലെ ആയില്ല. വീടിന്റെ അപ്പുറത്ത് ചെറിയൊരു മണ്ണ് റോഡുണ്ട്. അതിലെയാണ് ഞങ്ങൾ ഓടിക്കുന്നത്. ഞാൻ ഓടിക്കുന്നതിന്റെ ഇടയിൽ റോഡിൽ കിടന്ന ചെറിയൊരു കല്ലെടുത്ത് ചേച്ചി മാറ്റി. മുൻവശത്തെ വലിപ്പവും നടുക്കുള്ള വരയും ഞാൻ നല്ലതുപോലെ കണ്ടു. എൻ്റെ ശ്രദ്ധ മാറിപ്പോയി. സൈക്കിള് നേരെ റോഡിന്റെ സൈഡിൽ പോയി തട്ടി. ഞാൻ മറിഞ്ഞു വീണു. വലതു കൈ കുത്തിയാണ് വീണത്. കൈ മരവിച്ച പോലെ എനിക്ക് തോന്നി. അനക്കാൻ പറ്റുന്നില്ല. ചേച്ചി ഓടി വന്ന് എന്നെ എണീപ്പിച്ചു. പിന്നെ മറിഞ്ഞു കിടന്ന സൈക്കിളും എടുത്തു. ഞങ്ങള് പതിയെ വീട്ടിലേക്ക് നടന്നു. ഇടത് കൈപ്പത്തിയും നല്ലതുപോലെ ഒരഞ്ഞു. രണ്ട് കൈയും അനക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഞങ്ങളുടെ നടപ്പും രീതികളും എല്ലാം കണ്ടപ്പോഴേ വല്യമ്മയ്ക്ക് മനസ്സിലായി സൈക്കിളിൽ നിന്ന് വീണുന്ന്. വല്യമ്മ വേഗം ഫോണെടുത്ത് ഓട്ടോ വിളിച്ചു. 10 മിനിറ്റ് കൊണ്ട് വണ്ടി വരും, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്ന് വല്യമ്മ പറഞ്ഞു. കയ്യിലും കാലിലൊക്കെ മണ്ണ് പറ്റിയിട്ടുണ്ട്, അതൊക്കെ കഴുകിക്കളയാം എന്ന് പറഞ്ഞ് വല്യമ്മ എന്നെയും കൂട്ടി അപ്പുറത്ത് പൈപ്പിന്റെ അടുത്തേക്ക് പോയി. കൈ രണ്ടും ഒട്ടും അനക്കാൻ പറ്റാതെയായി. വല്യമ്മയാണ് മണ്ണെല്ലാം കഴുകി കളഞ്ഞത്. എനിക്കാണെങ്കിൽ ഒന്നിന് പോവാനും നല്ലപോലെ തോന്നുന്നുണ്ട്. എന്ത് ചെയ്യും? എൻ്റെ മുഖത്തെ ബുദ്ധിമുട്ട് കണ്ട് വല്യമ്മ ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞു. വല്യമ്മ ഒന്ന് ചിരിച്ചു. എന്നിട്ട് കവറിന്റെ ഉള്ളിലേക്ക് കൈയിട്ട് എൻ്റെ കുപ്പിയെടുത്ത് പുറത്തു പിടിച്ചു. വലിയമ്മ കുപ്പി എടുത്തപ്പോഴേക്കും അത് വലുതായി. വെള്ളവും വരുന്നില്ല. കൂട്ടുകാരെ, ഈ കഥയുടെ ബാക്കി അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്.